കൾച്ചർ ടുഡേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപകാല സിനിമാ സെലക്ഷനുകളും സിനിമകളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവുമെല്ലാം ഇതിനോടകം വിവിധ തലങ്ങളിൽ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിലീസിനെത്തുന്ന ഓരോ മമ്മൂട്ടി സിനിമകളും പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായി മാറുന്നതിനോടൊപ്പം ഒരേ സമയം മലയാള സിനിമാ വ്യവസായത്തിന് ആശ്വാസമായ വിജയങ്ങളായി മാറുവാനും മമ്മൂട്ടി സിനിമകൾക്ക് കഴിയുന്നുണ്ട്. ഏറ്റവും അവസാനമായി മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് കാതൽ ദ കോർ. മമ്മൂട്ടിക്കൊപ്പം തമിഴ് താരം ജ്യോതികയും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും നിരവധി നിരൂപക പ്രശംസകൾ ഇതിനോടകം നേടിയെടുത്തു കഴിഞ്ഞു. ഇപ്പോഴിതാ കാതലിലെ നായികയായ ജ്യോതിക തന്നെ മമ്മൂക്കയെ സമാനതകളില്ലാതെ പുകഴ്ത്തിയിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ യഥാർത്ഥ സൂപ്പർ താരം മമ്മൂട്ടിയാണെന്നാണ് ജ്യോതിക പറഞ്ഞിരിക്കുന്നത്. ഫിലിം കമ്പാനിയൻ സംഘടിപ്പിച്ച സിനിമാ താരങ്ങളുടെ റൗണ്ട് ടേബിളിൽ സംസാരിക്കവെയാണ് മമ്മൂക്കയെക്കുറിച്ചും കാതലിൽ തനിക്ക് ലഭിച്ച അവസരത്തെക്കുറിച്ചും ജ്യോതിക മനസ്സു തുറന്നത്. ഈ പ്രോഗ്രാമിൽ ജ്യോതികക്കൊപ്പമുണ്ടായിരുന്ന തെന്നിന്ത്യൻ യുവതാരം സിദ്ധാർത്ഥും മമ്മൂക്കയെ അഭിനന്ദിച്ച് സംസാരിക്കുകയുണ്ടായി. തൻ്റെ പ്രശസ്തിയും സ്റ്റാർഡവും മാറ്റിവെച്ചാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കാതലിലെ കഥാപാത്രം ഏറ്റെടുത്തതെന്ന് പ്രോഗ്രാമിനിടെ ജ്യോതിക പറഞ്ഞു. മമ്മൂക്കയുടെ കഴിഞ്ഞ 2 വർഷത്തെ സിനിമാ തിരഞ്ഞെടുപ്പും കഥാപാത്രങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന അഭിനിവേശവും അപാരമാണെന്ന് നടൻ സിദ്ധാർത്ഥും അഭിപ്രായപ്പെട്ടു. ഞാൻ ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും പറയാതെ വയ്യ, മമ്മൂട്ടിയാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്നാണ് മമ്മൂക്കയെ പരാമർശിച്ചുകൊണ്ട് ജ്യോതിക പറഞ്ഞത്. കാതലിൽ ഞാൻ അഭിനയിക്കാൻ പോയ സമയത്ത് കാതലിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, അങ്ങ് എങ്ങനെയാണ് ഇത്തരമൊരു കഥാപാത്രം തിരഞ്ഞെടുത്തത്? ആ സമയം മമ്മൂട്ടി സാർ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ആരാണ് യഥാർത്ഥ നായകൻ? യഥാർത്ഥ നായകൻ വില്ലനെ പോയി ഇടിക്കുകയോ ആക്ഷൻ ചെയ്യുകയോ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുകയോ മാത്രം ചെയ്യുന്ന ആളായി മാറരുത്. പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വിടവുകൾ നികത്തുന്ന വ്യക്തി കൂടിയായിരിക്കണം യഥാർത്ഥ നായകൻ എന്ന് അദ്ദേഹം വിശദമാക്കി. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് കയ്യടി കൊടുത്തേ മതിയാകൂ. കാതലിലെ കഥാപാത്രം ഒരുപക്ഷെ പ്രേക്ഷകർ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ മമ്മൂക്കയ്ക്ക് നഷ്ടപ്പെടുവാൻ ഒരുപാടുണ്ടായിരുന്നു. അത്തരമൊരു ഉന്നതിയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. പക്ഷേ എന്നിട്ടും ആ കടുത്ത പരീക്ഷണത്തിന് അദ്ദേഹം ധൈര്യം കാണിച്ചുവെന്നും മമ്മൂക്കയെ പരാമർശിച്ചുകൊണ്ട് ജ്യോതിക ആവേശത്തോടെ പറഞ്ഞു. മമ്മൂക്കയുടെ കഴിഞ്ഞ 2 വർഷത്തെ സിനിമാ തിരഞ്ഞെടുപ്പുകൾ ശരിക്കും അവിശ്വസനീയമാണ്. ദുരഭിമാനവും അഹന്തയുമില്ലാതെ ഏതു കഥാപാത്രത്തെയും ഏറ്റെടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെ അഭിനന്ദിച്ചേ മതിയാവൂ എന്ന് നടൻ സിദ്ധാർത്ഥും അഭിപ്രായപ്പെട്ടു. മമ്മൂക്ക കാതലും നൻപകൽ നേരത്ത് മയക്കവും ചെയ്യാൻ കാണിച്ച ധൈര്യം അപാരമാണ്. പുതിയ കഥാപാത്രങ്ങളെ കണ്ടെത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് താരതമ്യമില്ലാത്തതാണെന്നും സിദ്ധാർത്ഥ് അഭിപ്രായപ്പെട്ടു. ഫ്രണ്ട്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും സിനിമാ ലോകത്തു നിന്നുള്ള മറ്റു വിശേഷങ്ങൾക്കുമായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.